ഫ്ലുവന്റ് ഇംഗ്ലീഷ് സംസാരിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് പാറ്റേൺസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ടേക്ക് വരുന്ന തരം കുറച്ച് ഫ്രേസസ് നോക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ വളരെ നാച്ചുറലായി ഇംഗ്ലീഷിൽ പറയാൻ ഇതുപോലെയുള്ള ഫ്രേസസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ആദ്യം നമ്മൾ നോക്കുന്നത് മസ്റ്റും ഹാവ് ടുവും വരുന്ന തരം ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺസ് ആണ്. ഇത് നമുക്ക് ഡെയിലി ലൈഫിൽ ഒരുപാട് ആവശ്യം വരുന്നതാണ് കേട്ടോ. പക്ഷെ ആദ്യം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്ക് നോക്കാം. ഇവിടെ ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ, അവൾക്ക് കുറച്ചുകൂടെ ശ്രദ്ധിക്കാമായിരുന്നില്ലേ എന്നുള്ളതിന് കുഡ്ന്റ് ഷീ ഹാവ് ബീൻ മോർ കെയർഫുൾ എന്ന് ചോദിച്ചാൽ മതി. അതുപോലെ നാലാമത്തത് നിങ്ങൾ ഞങ്ങളുടെ ടീച്ചർ ആയിരുന്നെങ്കിൽ എന്ന് പറയുന്നിടത്ത് ഇഫ് ഓൺലി യു വർ എ ടീച്ചർ എന്ന് പറയാം. അവിടെ നമ്മൾ ഐ വിഷ് എന്നുള്ളതിന് പകരമാണ് ഇഫ് ഓൺലി എന്നുള്ളത് യൂസ് ചെയ്തത്. ഇനി ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ സാധാരണ പറയുന്ന ചില കാര്യങ്ങളില്ലേ, എനിക്ക് പഠിക്കണം. ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം അവിടെ നമ്മൾ ഷുഡ് യൂസ് ചെയ്താൽ മതിയല്ലോ എന്ന്, അതായത് ഐ ഷുഡ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന്. ഇവിടെ അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു കാര്യം നമുക്കത് ചെയ്യണമെന്ന് നിർബന്ധമാണ്, നമുക്കത് വലിയ ആഗ്രഹമാണ്, അത് ചെയ്തേ പറ്റൂ, ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നതെന്നിരിക്കട്ടെ. അവിടെ നമ്മളത് ഇംഗ്ലീഷിൽ പറയുന്നത് മസ്റ്റ് ഉപയോഗിച്ചായിരിക്കും. അപ്പൊ അവിടെ നമുക്ക് ഐ മസ്റ്റ് സ്റ്റഡി എന്ന് പറയാം. അപ്പൊ ഇത് മലയാളത്തിൽ പറയുമ്പോൾ ഒരു പ്രത്യേകത ഇതാണ്. മലയാളത്തിൽ നമ്മൾ അങ്ങനെ എനിക്ക് പഠിച്ചേ തീരൂ എന്ന് പറയണമെന്നില്ല. പറയുമ്പോൾ നമുക്കറിയാം അത് നമ്മുടെ വലിയൊരു നമുക്ക് നിർബന്ധമുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന്. അപ്പൊ നമ്മൾ നാച്ചുറലി ഇംഗ്ലീഷിലത് ഐ മസ്റ്റ് സ്റ്റഡി എന്നായിരിക്കും പറയുന്നത്. പക്ഷേ ഇതേ കാര്യം മസ്റ്റിന് പകരം ഹാവ് ടുവും ഉപയോഗിച്ച് പറയാമെന്നൊരു പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ശരിയാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെയും പറയാം, ഐ ഹാവ് ടു സ്റ്റഡി. പക്ഷെ രണ്ടും തമ്മിൽ വളരെ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണത്? ഇപ്പോ ഒരു കാര്യം ചെയ്യണമെന്ന് നിർബന്ധം എനിക്ക് തന്നെയായിട്ടാണ് ഉള്ളതെങ്കിൽ, അത് എന്റെ ആവശ്യമാണെങ്കിൽ ഞാൻ ഐ മസ്റ്റ് സ്റ്റഡി എന്നായിരിക്കും പറയുന്നത്. നേരെ മറിച്ച് പുറത്തു നിന്നുള്ള ഒരാളുടെ നിർബന്ധം കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യേണ്ടി വരുന്നതെങ്കിൽ അവിടെ നമ്മൾ ഹാവ് ടു ഉപയോഗിക്കാനാണ് കൂടുതൽ സാധ്യത. അവിടെയാണ് നമ്മൾ ഐ ഹാവ് ടു സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പൊ ഇത് വളരെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഇത് നമ്മൾ അങ്ങനെ ഓർത്ത് ഉപയോഗിക്കണം എന്നൊന്നുമില്ല. ഇതിൽ ഏത് വേണമെങ്കിലും സാധാരണ കോൺവെർസേഷൻസിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ മസ്റ്റും ഹാവ് ടുവും ഉപയോഗിച്ചുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു മുൻപ് ഞാൻ ഈ മസ്റ്റും ഹാവ് ടുവും വരുന്ന സാധാരണ സെന്റൻസസ് 2-3 നിങ്ങൾക്ക് തന്നേ ഉള്ളൂ. അപ്പൊ ഇതൊന്ന് നോക്കൂ. എനിക്ക് നേരത്തെ എഴുന്നേൽക്കണം, എനിക്ക് നേരത്തെ ഉണരണം. അതെങ്ങനെ പറയും? ഐ മസ്റ്റ് വേക്ക് അപ്പ് ഏർലി. അവിടെ നമ്മൾ ഐ മസ്റ്റ് ഉപയോഗിച്ചു. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു വ്യത്യാസം ഒന്ന് ഓർത്തേക്കണേ. അതായത് നാളെ നേരത്തെ ഉണരണം എന്നുള്ളത് നമ്മുടെ ആവശ്യമാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ പറയാ ഐ മസ്റ്റ് വേക്ക് അപ്പ് ഏർലി എന്നായിരിക്കും. നേരെ മറിച്ച് വേറൊരാള് പറഞ്ഞിട്ട് എവിടെയെങ്കിലും പോകണം എന്നൊരാൾ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഉടനേണ്ടി വരികയാണെങ്കിൽ ഒരു പക്ഷെ ഐ ഹാവ് ടു വേക്ക് അപ്പ് ഏർലി എന്ന് പറയാം. അപ്പൊ ഈ വ്യത്യാസം ഒന്നും ഓർത്ത് നിങ്ങൾ തല പോകേണ്ട. നിങ്ങൾക്ക് എന്താണോ അവിടെ മനസ്സിൽ വരുന്നത് അതുപോലെ മസ്റ്റോ ഹാവ് ടു യൂസ് ചെയ്തോളൂ, കുഴപ്പമില്ല. ഗ്രാമർ ശ്രദ്ധിച്ച് പഠിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഈ വ്യത്യാസം എടുത്തു പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇതെങ്ങനെ പറയും? നമ്മള് നമ്മുടെ ID കാർഡ് എടുത്തിട്ടുണ്ടാവണം, കയ്യിൽ എടുത്തിട്ടുണ്ടാവണം എന്ന് പറയാണ്. എങ്ങനെ പറയും? വി മസ്റ്റ് ക്യാരി അവർ ID. അവിടെ ID എന്ന് വെച്ചാൽ ഐഡന്റിഫിക്കേഷൻ ഡോക്യുമെന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ID എന്ന് മാത്രം പറയാം, കാർഡ് ഇല്ലാണ്ട് പറയാം. വി മസ്റ്റ് ക്യാരി അവർ ID. ഇവിടെ ഹാവ് ടു ഉപയോഗിച്ച് എങ്ങനെ പറയും? വി ഹാവ് ടു ക്യാരി അവർ ID എന്ന് പറയും, അല്ലേ? പക്ഷെ ഇവിടെ ഞാൻ ഇനി നോക്കാൻ പോകുന്നത് ഈ മസ്റ്റ് വെച്ചത് എങ്ങനെ ചോദിക്കും എന്നാണ്. ചോദ്യം എങ്ങനെ ചോദിക്കും എന്നാണ്. അതായത് നമ്മൾ ID കയ്യിൽ കരുതണോ, കയ്യിൽ എടുത്തിട്ടുണ്ടാവണോ എന്നുള്ളത് എങ്ങനെയാ ചോദിക്കുക? മസ്റ്റ് വി ക്യാരി അവർ ID എന്ന് ചോദിച്ചാൽ മതി. അവിടെ എന്താണ് ചോദ്യം ചോദിക്കാൻ ഉപയോഗിച്ച ടെക്നീക്ക് എന്ന് മനസ്സിലായോ? വി മസ്റ്റ് എന്നല്ലേ സെന്റൻസ് വന്നത്. ക്വസ്റ്റ്യനിൽ മസ്റ്റ് വി എന്ന് പറഞ്ഞ് തുടങ്ങി, മസ്റ്റ് ആദ്യം കൊണ്ടുവന്നു, അത് കഴിഞ്ഞാണ് വി വന്നത്. മസ്റ്റ് വി ക്യാരി അവർ ID എന്ന് ചോദിച്ചു. ഇനി ഇതേ കാര്യം ഒരാളെ കുറിച്ചാണ് പറയുന്നതെന്ന് ഇരിക്കട്ടെ. ഇപ്പൊ നമ്മള് വി മസ്റ്റ് എന്നാണല്ലോ പറഞ്ഞത്, നമ്മൾ എന്ന അർത്ഥത്തിൽ വി മസ്റ്റ് എന്ന് വന്നു. ഇത് ഒരാളെ കുറിച്ചാ പറയുന്നതെന്ന് ഇരിക്കട്ടെ. അപ്പൊ അവൾ ID കയ്യിൽ എടുത്തിട്ടുണ്ടാവണം എന്നാണെങ്കിൽ ഷീ മസ്റ്റ് ക്യാരി ഹെർ ID എന്ന് പറയും. അവിടെയും ഷീ മസ്റ്റ് തന്നെയാ വന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഒരാളെ കുറിച്ച് പറയുമ്പോഴും ഷീ മസ്റ്റ് എന്ന് തന്നെയാ വരുന്നത്. വി ആയിരുന്നപ്പോഴും മസ്റ്റ് തന്നെ വന്നു. ഇനി ഇവിടെ നമ്മൾ എങ്ങനെയാണ് ചോദ്യം ചോദിക്കുക? അവള് ID കയ്യിൽ എടുത്തിട്ടുണ്ടാവണോ എന്നുള്ളതിനെ എങ്ങനെ ചോദിക്കും? മസ്റ്റ് ഷീ ക്യാരി ഹെർ ID എന്ന് ചോദിച്ചാൽ മതി. അപ്പൊ അവിടെയും ആ ചോദ്യം ചോദിച്ച ടെക്നീക്ക് അത് തന്നെയാണ്. മനസ്സിലായോ? മസ്റ്റ് വി, മസ്റ്റ് ഷീ, മസ്റ്റ് ഹി എന്നൊക്കെയാ ചോദിക്കുക. ഇതേ കാര്യം നമുക്ക് ഹാവ് ടു ഉപയോഗിച്ചും പറയാലോ. അപ്പൊ അവിടെ എങ്ങനെ വരും? വി ഹാവ് ടു ക്യാരി അവർ ID എന്ന് പറയും, അല്ലേ? പക്ഷെ ഇവിടെ എങ്ങനെയാണ് നമ്മളൊരു ചോദ്യം ചോദിക്കുക?
നമ്മൾ ID കാർഡ് കയ്യിലെടുക്കേണ്ടതുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? അവിടെ ശ്രദ്ധിക്കണം കേട്ടോ. ഡു വി ഹാവ് ടു ക്യാരി അവർ ID എന്നാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പൊ മുൻപ് മസ്റ്റ് വന്നപ്പോ ചോദ്യം ചോദിക്കാൻ എളുപ്പമായിരുന്നു അല്ലെ? മസ്റ്റ് വി ക്യാരി അവർ ID എന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. ഇവിടെ അങ്ങനെയല്ല. ഡു എന്നൊരു ഹെൽപ്പിംഗ് വേർബ് നമ്മൾ ആദ്യം കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു. അപ്പൊ ചോദ്യം വന്നത് ഡു വി ഹാവ് ടു ക്യാരി അവർ ID എന്നാണ്. എന്തുകൊണ്ട് ഡു വന്നത്? ഇവിടെ സബ്ജക്റ്റ് വി ആണ്, പ്ലൂറൽ ആണല്ലോ, ഒന്നിലധികം ഇല്ലേ നമ്മൾ എന്ന് പറയുമ്പോൾ. അപ്പൊ ഡു വന്നു. ഡു വി ഹാവ് ടു ക്യാരി അവർ ID എന്ന് ചോദിച്ചു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, ആദ്യം സെന്റൻസ് എങ്ങനെയാ വന്നേ? വി ഹാവ് ടു. വി ആയതുകൊണ്ട് ഹാവ് ടു വന്നു. അപ്പൊ ഇവിടെ ഒരാളെ കുറിച്ച് പറയുകയാണെങ്കിലോ, അവള് ID കാർഡ് കയ്യിലെടുക്കേണ്ടതുണ്ട്. അതെങ്ങനെ പറയും? ഷീ ഹാസ് ടു ക്യാരി ഹെർ ID. അപ്പൊ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. മസ്റ്റ് വന്നപ്പോ വി ആണെങ്കിലും ഷീ ആണെങ്കിലും മസ്റ്റ് തന്നെ യൂസ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. വി ഹാവ് ടു, ഷീ ഹാസ് ടു. ഷീ ഹാസ് ടു ക്യാരി ഹെർ ID എന്ന് പറഞ്ഞു. ഇവിടെ ചോദ്യം എങ്ങനെ ചോദിക്കും? അവള് ID കയ്യിലെടുക്കേണ്ടതുണ്ടോ എങ്ങനെ ചോദിക്കുക? ഇവിടെ ആദ്യം വരുന്ന ഹെൽപ്പിംഗ് വേർബ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഡസ് ഷീ ഹാവ് ടു ക്യാരി ഹെർ ID എന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ എന്താ വ്യത്യാസം? ഇവിടെ ഡു അല്ല, ഡസ് ആണ് ആദ്യം വന്നത്. ഡസ് ഷീ ഹാവ് ടു. ഹാവ് ടു എന്നുള്ളത് സെയിം തന്നെയാണ്, അത് വ്യത്യാസം വരില്ല. സെന്റൻസിൽ ഷീ ഹാസ് ടു, പക്ഷെ ക്വസ്റ്റ്യനില് ഡസ് ഷീ ഹാവ് ടു അങ്ങനെ തന്നെ വരണം. ഇതേപോലെ വേറൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഞാൻ നിങ്ങൾക്ക് തരാം. നമ്മൾ നേരത്തെ കണ്ടൊരു സെന്റൻസ് ഇല്ലേ, എനിക്ക് നേരത്തെ ഉണരേണ്ടതുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ ഹാവ് ടു ഉപയോഗിച്ച് പറയുക? ഐ ഹാവ് ടു വേക്ക് അപ്പ് ഏർലി എന്ന് പറയും അല്ലേ? ഇവിടെ നമ്മളൊരു ചോദ്യം എങ്ങനെ ചോദിക്കും? ഞാൻ നേരത്തെ ഉണരേണ്ടതുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? ഡു ഐ ഹാവ് ടു വേക്ക് അപ്പ് ഏർലി? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അവിടെ ഡു കൊണ്ടുവരണം. ഞാൻ നേരത്തെ പറഞ്ഞു സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ ഡു ആണ് ഉപയോഗിക്കുക എന്ന്. ഇവിടെ ഐ ആണ് വന്നിരിക്കുന്നത്. ഐ എന്ന് പറയുമ്പോൾ ഒരാളേ ഉള്ളൂ, ഞാൻ. പക്ഷെ അതൊരു സ്പെഷ്യൽ കേസ് ആയിട്ടാണ് നമ്മൾ ഇംഗ്ലീഷിൽ എടുക്കുന്നത്. അവിടെയും ഡു തന്നെ വരണം കേട്ടോ. ഡു ഐ ഹാവ് ടു വേക്ക് അപ്പ് ഏർലി എന്ന് ചോദിച്ചു. ഇനി ഇവിടെ ഹീ ആണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നതെന്ന് ഇരിക്കട്ടെ. അപ്പോ ആ സെന്റൻസ് നമ്മൾ എങ്ങനെ പറയും? അയാള് നേരത്തെ ഉണരേണ്ടതുണ്ട്. ഹി ഹാസ് ടു വേക്ക് അപ്പ് ഏർലി എന്ന് പറയും. അവിടെ ചോദ്യം എങ്ങനെ വരും? ഡസ് ആണ് ആദ്യം വരിക. ഡസ് ഹി ഹാവ് ടു വേക്ക് അപ്പ് ഏർലി? ശ്രദ്ധിച്ചോ, ഡസ് ഹി കഴിഞ്ഞിട്ട് ഹാവ് ടു. ഡസ് ഹി ഹാവ് ടു വേക്ക് അപ്പ് ഏർലി എന്നാണ് ക്വസ്റ്റ്യൻ. അടുത്തത് ഞാൻ പറയാണ്, അയാൾ അവിടെ പോകേണ്ടതുണ്ട്. അവിടെ എങ്ങനെയാ സെന്റൻസ് വരിക? ഹി ഹാസ് ടു ഗോ there. ഹി ഹാസ് ടു ഗോ there എന്നാണ് ഞാൻ പറഞ്ഞത്. ഹി ഹാസ് ടു ഗോ. ഇവിടെ ചോദ്യം എങ്ങനെ ചോദിക്കും? അയാൾ അവിടെ പോകേണ്ടതുണ്ടോ? അവിടെ എങ്ങനെ വരും? ഡസ് ഹി ഹാവ് ടു ഗോ there എന്നാണ് ചോദ്യം. ഡസ് ഹി ഹാവ് ടു. അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഹി വരുമ്പോ ആദ്യം ഡസ് നമ്മൾ കൊണ്ടുവരണം, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഹാവ് തന്നെയാണ്. ഡസ് ഹി ഹാവ് ടു ഗോ there എന്നാണ് ക്വസ്റ്റ്യൻ. ഇനി അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കൂ. നിങ്ങൾ ഇപ്പോ പണം അടയ്ക്കണം. അവിടെ എങ്ങനെ പറയും? യു ഹാവ് ടു പേ നൗ. യു ഹാവ് ടു പേ നൗ. നിങ്ങൾ ഇപ്പോ പണം അടയ്ക്കണം എന്നാ പറയുന്നത്. അപ്പോ അവിടെ ചോദ്യം വരികയാണെങ്കിലോ, ഞാൻ ഇപ്പോ പണം അടയ്ക്കണോ എങ്ങനെ ചോദിക്കും? ഡു ഐ ഹാവ് ടു പേ നൗ? അവിടെ ഡു ഐ. ഡു ഐ ഹാവ് ടു പേ നൗ? അങ്ങനെയാണ് ആ ചോദ്യം അവിടെ ചോദിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു കാണും, നമ്മളിപ്പോ കണ്ട ഈ സെന്റൻസസിലും ക്വസ്റ്റ്യൻസിലും എല്ലാം ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്, ശരിയല്ലേ? നിങ്ങൾ ഇപ്പോ പണം അടയ്ക്കേണ്ടതുണ്ട്, ഞാൻ ഇപ്പൊ പണം അടയ്ക്കേണ്ടതുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ പറഞ്ഞത്. അപ്പൊ അതെല്ലാം പ്രസന്റ് ടെൻസിലായിരുന്നു. അവിടെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ഡു ഡസ് ഒക്കെ കൊണ്ടുവന്നത്. പക്ഷെ ഇനി നമ്മൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ പാസ്റ്റ് ടെൻസിൽ എങ്ങനെ പറയും എന്നാണ് നോക്കുന്നത് കേട്ടോ. അപ്പൊ ആദ്യം നമുക്കൊരു സെന്റൻസ് നോക്കാം. എനിക്ക് പറയണം, എനിക്ക് ഇന്നലെ ജോലി ചെയ്യേണ്ടി വന്നു. അതെങ്ങനെ പറയും? ഐ ഹാഡ് ടു വർക്ക് യെസ്റ്റർഡേ എന്ന് പറയും. അപ്പൊ ഇവിടെ ഒരു കാര്യമുണ്ട്. പാസ്റ്റില് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം നിർബന്ധമായിട്ട് ചെയ്യേണ്ടി വന്നു എന്ന് പറയുമ്പോൾ അവിടെ മസ്റ്റിന് ഒരു റോളും ഇല്ല. അതായത് പാസ്റ്റിലെ കാര്യങ്ങൾ പറയാൻ നമുക്ക് മസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. അവിടെ ഹാവ് ടു തന്നെ ഉപയോഗിക്കണം. കാരണം ഹാവ് ടുവിനൊരു പാസ്റ്റ് ഫോം ഉണ്ട്, ഹാഡ് ടു. അതാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചത്. എനിക്ക് ഇന്നലെ ജോലി ചെയ്യേണ്ടി വന്നു എന്ന് പറയാൻ ഐ ഹാഡ് ടു വർക്ക് യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായോ? അവിടെ ഹാഡ് ടു അങ്ങ് കൊണ്ടുവന്നു. അവിടെ നമ്മൾ എങ്ങനെ ചോദ്യം ചോദിക്കും? നിങ്ങൾക്ക് ഇന്നലെ ജോലി ചെയ്യേണ്ടി വന്നോ എന്ന് ചോദിക്കാൻ ഡിഡ് യു ഹാവ് ടു വർക്ക് യെസ്റ്റർഡേ എന്ന് ചോദിക്കും. ഡിഡ് യു ഹാവ് ടു വർക്ക്. അവിടെ എങ്ങനെയാ ചോദ്യം വന്നതെന്ന് കണ്ടോ? അവിടെ ആ ഒരു ഹെൽപ്പിംഗ് വേർബായിട്ട് വന്നത് ഡിഡ് ആണ്. കാരണം ഇത് കഴിഞ്ഞ കാര്യമാണല്ലോ, പാസ്റ്റിലെ കാര്യമാണല്ലോ നമ്മൾ ഈ ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഡു ഡസ് ഒന്നും പറ്റില്ല, ഡിഡ് കൊണ്ടുവരണം.
അത് കഴിഞ്ഞ് എന്താ ചെയ്തേ നോക്കിയേ, ഡിഡ് യു ഹാവ് ടു വർക്ക്. അപ്പൊ ആ സെന്റൻസിൽ ഐ ഹാഡ് ടു വർക്ക് എന്ന് പറഞ്ഞു, ഹാഡ് ടു പാസ്റ്റ് ടെൻസ്. പക്ഷെ ക്വസ്റ്റ്യൻ വരുമ്പോ ആ പാസ്റ്റ് ടെൻസ് വരുന്നത് ഡിഡിൽ മാത്രമാണ്. ഡിഡ് യു ഹാവ് ടു, ഡിഡ് യു ഹാഡ് ടു എന്ന് പറയരുത് കേട്ടോ. അത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. അത് അങ്ങനെ വരുത്തരുതേ. ഡിഡ് യു ഹാവ് ടു, ഡിഡ് യു ഹാവ് ടു വർക്ക് യെസ്റ്റർഡേ എന്ന് ചോദിച്ചാൽ മതി. ഇനി അടുത്ത് നോക്കൂ, എനിക്ക് കുറെ നേരം കാത്തിരിക്കേണ്ടി വന്നു. അവിടെ നമ്മൾ അങ്ങനെ ഇരിക്കാൻ നിർബന്ധിതയായി എന്നാണ് പറയുന്നത് അല്ലെ. അവിടെ നമുക്ക് ഹാഡ് ടു ഉപയോഗിക്കാം. എങ്ങനെ പറയും? ഐ ഹാഡ് ടു വെയിറ്റ് എ ലോങ് ടൈം. ഐ ഹാഡ് ടു വെയിറ്റ് എ ലോങ് ടൈം. ഐ ഹാഡ് ടു വെയിറ്റ് എ ലോങ് ടൈം. ഇനി നിങ്ങൾക്ക് കുറെ നേരം കാത്തിരിക്കേണ്ടി വന്നോ എന്നാണ് ചോദ്യമെങ്കിൽ അവിടെ ഡിഡ് ഉപയോഗിക്കണം. ഡിഡ് യു ഹാവ് ടു വെയിറ്റ് ലോങ് എന്ന് ചോദിക്കാം. ഡിഡ് യു ഹാവ് ടു വെയിറ്റ്, ഡിഡ് യു ഹാവ് ടു വെയിറ്റ് ലോങ് എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ചോദിക്കണമെങ്കിലോ എത്ര നേരം നിങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വന്നു, എത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്ന് ചോദിക്കുകയാണെങ്കിലോ അവിടെ നമ്മൾ എത്ര നേരം എന്ന് കൃത്യമായിട്ടൊരു ചോദ്യം വരുന്നുണ്ട്. അതിന് നമ്മൾ WH ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. അപ്പൊ ഈ എത്ര നേരം എന്ന് പറഞ്ഞൊരു ഡ്യൂറേഷനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രേസ് എന്താണ്? ഹൗ ലോങ്. അവിടെ എങ്ങനെ ചോദിക്കും? ഹൗ ലോങ് ഡിഡ് യു ഹാവ് ടു വെയിറ്റ്. അപ്പൊ ആദ്യം വന്ന ചോദ്യം എങ്ങനെയായിരുന്നു? ഡിഡ് യു ഹാവ് ടു വെയിറ്റ് ലോങ് അല്ലേ. അടുത്തത് എത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്ന് ചോദിക്കാൻ ഹൗ ലോങ് ഡിഡ് യു ഹാവ് ടു വെയിറ്റ് എന്നാണ് ചോദ്യം. അപ്പൊ ആ വരുന്ന രീതി ഒരേപോലെ തന്നെയാണ്. ആ WH ക്വസ്റ്റ്യന്റെ ആ ഒരു വാക്ക് അല്ലെങ്കിൽ ഫ്രേസ് ഉണ്ടല്ലോ, അത് ആദ്യം വെക്കണം എന്നേ ഉള്ളൂ. ഹൗ ലോങ് ഡിഡ് യു ഹാവ് ടു വെയിറ്റ്. ഇനി അടുത്ത ചോദ്യം ഞാൻ മലയാളത്തിൽ ചോദിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. നിങ്ങൾക്ക് അവധി എടുക്കേണ്ടി വന്നോ? അതെങ്ങനെ ചോദിക്കും? ഡിഡ് യു ഹാവ് ടു ടേക്ക് എ ഡേ ഓഫ്. ഡിഡ് യു ഹാവ് ടു ടേക്ക്, ഡിഡ് യു ഹാവ് ടു ടേക്ക് എ ഡേ ഓഫ് എന്ന് ചോദിക്കാം. ഇത് ഒരാളെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിലോ, അയാൾക്ക് അവധി എടുക്കേണ്ടി വന്നു എന്നാണെങ്കിലോ അവിടെയും ഡിഡ് തന്നെയാണ് ആദ്യം വരുന്നത്. ഡിഡ് ഹി ഹാവ് ടു ടേക്ക് എ ഡേ ഓഫ് എന്നാണ് അവിടെ ചോദ്യം. അപ്പൊ ഈ ഡിഡ് അതായത് പാസ്റ്റ് ടെൻസിൽ ഇങ്ങനെ ചോദിക്കേണ്ടി വരുമ്പോ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ്. ഇവിടെ നേരത്തെ നമ്മൾ പ്രസന്റ് ടെൻസിലായിരുന്നപ്പോ ഡു ഡസ് വരുന്നത് ശ്രദ്ധിക്കണമല്ലോ. ഇവിടെ അങ്ങനെയല്ല. സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിലും സിംഗുലർ ആണെങ്കിലും ഡിഡ് തന്നെയാണ് ആദ്യം വരിക. അത് കഴിഞ്ഞ ഹാവും വരും. അപ്പോ ഡിഡ് യു ഹാവ് ടു ടേക്ക്, ഡിഡ് ഹി ഹാവ് ടു ടേക്ക്, വ്യത്യാസമൊന്നുമില്ല അവിടെ. അടുത്തത് നിങ്ങളൊന്ന് പറയാൻ ശ്രമിച്ചു നോക്കൂ കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്, അവൾക്ക് നേരത്തെ പോകേണ്ടി വന്നോ, അതായത് നേരത്തെ ഇറങ്ങേണ്ടി വന്നോ എന്ന്. ഇവിടെ എങ്ങനെ ചോദിക്കും? ഡിഡ് ഷീ ഹാവ് ടു ലീവ് ഏർലി. ഡിഡ് ഷീ ഹാവ് ടു ലീവ് ഏർലി. ഇനി ചോദ്യം ഇങ്ങനെയാണെങ്കിലോ, എന്തുകൊണ്ടാണ് അവൾക്ക് നേരത്തെ ഇറങ്ങേണ്ടി വന്നത്? അവിടെ നമ്മളൊരു WH ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. എന്തുകൊണ്ട്? അവിടെ വൈ ആദ്യം വരണമല്ലോ. ബാക്കിയെല്ലാം ഒരേപോലെ തന്നെ വരും. വൈ ഡിഡ് ഷീ ഹാവ് ടു ലീവ് ഏർലി. ആ വൈ ആദ്യം കൊണ്ടുവന്നേ ഉള്ളൂ. വൈ ഡിഡ് ഷീ ഹാവ് ടു ലീവ് ഏർലി എന്നാണ് ചോദ്യം. അപ്പൊ മനസ്സിലായോ? ആദ്യത്തേതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തത് WH ക്വസ്റ്റ്യൻ ആണ്. പാറ്റേൺ ഒരേപോലെയാണ്. WH ക്വസ്റ്റ്യൻ വേർഡ് ആദ്യം വരണം എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു കാര്യം നമുക്ക് പാസ്റ്റിൽ ഇങ്ങനെ ചെയ്യേണ്ടി വന്നു എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത് നിങ്ങൾ കണ്ടല്ലോ. അവിടെ നമുക്ക് മസ്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. ഹാവ് ടുവിന്റെ പാസ്റ്റ് ഫോമായ ഹാഡ് ടു ഉപയോഗിക്കേണ്ടി വരും. അതിന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഡിഡ് ചേർത്ത് ക്വസ്റ്റ്യൻ ഫോം ചെയ്യേണ്ടിയും വരും. അത് മനസ്സിലാക്കിയല്ലോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫ്യൂച്ചറിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടി വരുമോ എന്നെങ്ങനെ ചോദിക്കും എന്നാണ്. അപ്പൊ ആദ്യം ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ സെന്റൻസ് നോക്കൂ. ഇത് പാസ്റ്റിലുള്ളൊരു സെന്റൻസ് ആണ് കേട്ടോ. എനിക്ക് കുറെ നേരം കാത്തിരിക്കേണ്ടി വന്നു. അതെങ്ങനെയാ നമ്മൾ പറയുന്നത്? ഐ ഹാഡ് ടു വെയിറ്റ് എ ലോങ് ടൈം അല്ലേ. നമ്മൾ നേരത്തെ കണ്ടതാണ്. ഐ ഹാഡ് ടു വെയിറ്റ് എ ലോങ് ടൈം എന്ന് പറയും. ഇനി ഇതേ കാര്യം നമ്മൾ ഫ്യൂച്ചറിൽ പറയാൻ പോവാണ്. എനിക്ക് കുറെ നേരം കാത്തിരിക്കേണ്ടി വരും. അതെങ്ങനെ പറയും? അവിടെ വിൽ യൂസ് ചെയ്യണം. എങ്ങനെ? ഐ വിൽ ഹാവ് ടു വെയിറ്റ് എ ലോങ് ടൈം എന്ന് പറയും. അപ്പൊ അവിടെ എങ്ങനെയാണ് വന്നതെന്ന് കണ്ടോ? ഫ്യൂച്ചറിൽ പറയുമ്പോൾ വിൽ എന്നുള്ളൊരു വേർബ് അവിടെ കൊണ്ടുവരണം. അത് ഹെൽപ്പിംഗ് വേർബ് ആണ്. അത് കഴിഞ്ഞ് ഹാവ് ടു കൂടെ കൊണ്ടുവരണം. ഐ വിൽ ഹാവ് ടു വെയിറ്റ്, ഐ വിൽ ഹാവ് ടു വെയിറ്റ് എ ലോങ് ടൈം. അപ്പൊ ഇവിടെ എങ്ങനെ ഒരു ചോദ്യം ചോദിക്കും? ഞാൻ കുറെ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുമോ? അതെങ്ങനെ ചോദിക്കും? വിൽ ഐ ഹാവ് ടു വെയിറ്റ് ലോങ്, വിൽ ഐ ഹാവ് ടു. അവിടെയും നമ്മൾ വിൽ എന്നുള്ള ഹെൽപ്പിംഗ് വേർബ് ആദ്യം കൊണ്ടുവന്നു. മുൻപ് നമ്മൾ ഡു ഡസ് ഒക്കെ കൊണ്ടുവന്നില്ലേ? അതേപോലെ ഇവിടെ വിൽ ആദ്യം വരും. വിൽ ഐ ഹാവ് ടു വെയിറ്റ് ലോങ് എന്ന് ചോദിച്ചാൽ മതി. അപ്പൊ ചോദ്യം ഇങ്ങനെയാണെങ്കിലോ, ഞാൻ
എത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും, കാത്തിരിക്കേണ്ടി വരും? അവിടെ ഹൗ ലോങ്. ഹൗ ലോങ് വിൽ ഐ ഹാവ് ടു വെയിറ്റ് എന്നാണ് ചോദ്യം. അപ്പൊ ആ യെസ് ഓർ നോ ക്വസ്റ്റ്യനും WH ക്വസ്റ്റ്യനും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ആദ്യം ചോദിച്ചത് വിൽ ഐ ഹാവ് ടു വെയിറ്റ് ലോങ്, ഇവിടെ ഹൗ ലോങ് വിൽ ഐ ഹാവ് ടു വെയിറ്റ്. ഹൗ ലോങ് വിൽ ഐ ഹാവ് ടു വെയിറ്റ്. അപ്പൊ ആ വ്യത്യാസം മാത്രം ഓർത്താൽ മതി. WH ക്വസ്റ്റ്യൻ വേർഡ് ആദ്യം കൊണ്ടുവരണം. അപ്പൊ ഇവിടെ ഒരു ഫ്രേസ് ആണ് ഹൗ ലോങ്, അത് ആദ്യം വെക്കണം. ഇപ്പൊ ഓഫീസിൽ നിങ്ങളോട് ആരെങ്കിലും പറയാണ് നിങ്ങൾ ഈ വീക്കെൻഡിൽ ജോലി ചെയ്യേണ്ടി വരും, അതെങ്ങനെ പറയും? യു വിൽ ഹാവ് ടു വർക്ക് ദിസ് വീക്കെൻഡ്. യു വിൽ ഹാവ് ടു വർക്ക് എന്നാ പറഞ്ഞത്. അപ്പോ ചോദ്യം ഇങ്ങനെയാണെങ്കിലോ, ഞാൻ ഈ വീക്കെൻഡിൽ ജോലി ചെയ്യേണ്ടി വരുമോ എന്ന് നിങ്ങൾക്ക് ചോദിക്കണമെങ്കിലോ, വിൽ ഐ ഹാവ് ടു വർക്ക് ദിസ് വീക്കെൻഡ്. വിൽ ഐ ഹാവ് ടു, വിൽ ആണ് ആദ്യം വരിക. വിൽ ഐ ഹാവ് ടു വർക്ക് ദിസ് വീക്കെൻഡ്. ഇനി ഇവിടെ ഒരു WH ക്വസ്റ്റ്യൻ വേർഡ് വരുന്ന ഒരു ചോദ്യം ചോദിക്കാൻ പോവാട്ടോ. ഈ വീക്കെൻഡിൽ ആരാണ് ജോലി ചെയ്യേണ്ടി വരിക എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അവിടെ എങ്ങനെ വരും? ഹൂ വിൽ ഹാവ് ടു വർക്ക് ദിസ് വീക്കെൻഡ്. ആ ഹൂ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡ് ആദ്യം വരണം. ഹൂ വിൽ ഹാവ് ടു വർക്ക് ദിസ് വീക്കെൻഡ് എന്നാണ് അവിടെ ചോദ്യം. നമുക്കിനി ഇതേപോലെയുള്ള കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ ഞാൻ ആദ്യം സെന്റൻസ് പറയാം. നമ്മൾ കൂടുതൽ പണം നൽകേണ്ടി വരും. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? വി വിൽ ഹാവ് ടു പേ മോർ. അപ്പൊ ഇവിടെ പണം കൊടുക്കേണ്ടി വരും എന്നൊക്കെ മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു അർത്ഥം കിട്ടാൻ ഇങ്ങനെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതി. വി വിൽ ഹാവ് ടു പേ മോർ. ആ വി വിൽ ഹാവ് ടു ശ്രദ്ധിക്കണേ, വി വിൽ ഹാവ് ടു എന്ന് പറഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കും? നമ്മൾ കൂടുതൽ പണം കൊടുക്കേണ്ടി വരുമോ? എങ്ങനെ ചോദിക്കും? വിൽ വി ഹാവ് ടു പേ മോർ. വിൽ വി ഹാവ് ടു പേ മോർ, അതാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ചോദ്യം ഇങ്ങനെയാണെങ്കിലോ, നമ്മൾ എത്ര അധികം കൊടുക്കേണ്ടി വരും, അതായത് എത്ര കൂടുതൽ പണം കൊടുക്കേണ്ടി വരും, അവിടെ എങ്ങനെ ചോദിക്കും? ഹൗ മച്ച് മോർ വിൽ വി ഹാവ് ടു പേ. ഹൗ മച്ച് മോർ, എത്ര അധികം എന്നല്ലേ ചോദ്യം വന്നേ, അതിനാണ് ഹൗ മച്ച് മോർ എന്ന് ചോദിക്കുന്നത്. ഹൗ മച്ച് മോർ വിൽ വി ഹാവ് ടു പേ എന്ന് ചോദിച്ചാൽ മതി. ഇനി അടുത്തത് നിങ്ങൾ നോക്കൂ. അയാൾക്ക് തന്റെ കാറ് വിൽക്കേണ്ടി വരും. എങ്ങനെ പറയും? ഹി വിൽ ഹാവ് ടു സെൽ ഹിസ് കാർ. ശ്രദ്ധിക്കണേ, ഹി വിൽ കഴിഞ്ഞിട്ട് ഹാവ് ടു തന്നെയാണ്. ഹി ആയതുകൊണ്ട് ഹാസ് ടു എന്ന് തെറ്റല്ലേ. ഹി വിൽ ഹാവ് ടു സെൽ ഹിസ് കാർ. ഇവിടെ ചോദ്യം എങ്ങനെ ചോദിക്കും? അയാൾക്ക് തന്റെ കാറ് വിൽക്കേണ്ടി വരുമോ? വിൽ ഹി ഹാവ് ടു സെൽ ഹിസ് കാർ. അവിടെയും വിൽ ഹി കഴിഞ്ഞിട്ട് ഹാവ് ടു തന്നെ. വിൽ ഹി ഹാവ് ടു സെൽ ഹിസ് കാർ എന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഒരു കാര്യം ഫ്യൂച്ചറിൽ ഇങ്ങനെ ചെയ്യേണ്ടി വരും എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലും അതല്ല സിംഗുലർ ആണെങ്കിലും ഒരേപോലെ നമ്മൾ ആ വിൽ ഹാവ് ടു എന്നുള്ളതാണ് യൂസ് ചെയ്യുക കേട്ടോ. അവിടെയും ഫ്യൂച്ചറിലെ കാര്യങ്ങൾ പറയുമ്പോഴും മസ്റ്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. മസ്റ്റ് അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഹാവ് ടു തന്നെ ഉപയോഗിക്കണം, വിൽ കൂടെ ചേർക്കണം എന്നേ ഉള്ളൂ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മസ്റ്റിന്റെ വേറൊരു യൂസ് ആണ്. അതായത് ചിലപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാറില്ലേ, അത് ഇങ്ങനെ ആയിരിക്കണം സംഭവിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവര് ഇങ്ങനെ ചെയ്യുകയായിരിക്കണം. അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ ഈ ലോജിക്കലി ഒരു നിഗമനത്തിലെത്തില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമുക്ക് മസ്റ്റ് ഉപയോഗിക്കാം. അപ്പൊ അവിടെ മസ്റ്റ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ആ ഒരു ലോജിക്കൽ ഡിഡക്ഷനിൽ എത്താൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? അപ്പോൾ അതിനുള്ളൊരു എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പൊ ഞാൻ പറയാണ്, അത് ജോൺ ആയിരിക്കണം. അപ്പൊ ജോൺ ആണ് എന്ന് പറയാൻ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് അത്ര ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല, പക്ഷെ അതിനുള്ള സാധ്യത വളരെയധികം ഉണ്ട് താനും. അവിടെ ഞാൻ എന്ത് പറയും? ദാറ്റ് മസ്റ്റ് ബി ജോൺ. അപ്പൊ ജോൺ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവണം എന്നൊന്നുമല്ല നമ്മളോട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മസ്റ്റ് ബി ജോൺ എന്ന് വെച്ചാല് അത് ജോൺ ആയിരിക്കണം, ആകാനാണ് സാധ്യത എന്നാണ്. പക്ഷെ സാധ്യത വളരെയധികം ഉണ്ട് താനും കേട്ടോ. അപ്പോഴാണ് ഈ മസ്റ്റ് നമ്മൾ കൊണ്ടുവരുന്നത്. പക്ഷെ ഇവിടെ ഒരു ചോദ്യം ചോദിക്കണം എന്നിരിക്കട്ടെ, അത് ജോൺ ആയിരിക്കുമോ? അങ്ങനെ ചോദിക്കണമെങ്കിൽ അവിടെ മസ്റ്റ് ഉപയോഗിച്ച് മസ്റ്റ് ദാറ്റ് ബി ജോൺ എന്ന് പറയില്ല. അങ്ങനെ ഒരു ക്വസ്റ്റ്യനെ ഇംഗ്ലീഷിൽ വരുന്നില്ല. അവിടെ എങ്ങനെ ചോദിക്കും? could that be ജോൺ എന്ന് ചോദിക്കാം. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഒരു ലോജിക്കലി ഇങ്ങനെ ആയിരിക്കുമോ എന്ന് ചോദിക്കേണ്ടി വരുമ്പോ അവിടെ മസ്റ്റ് അല്ല ക്വസ്റ്റ്യനിൽ വരിക, അവിടെ could കൊണ്ടുവരണം. നേരത്തെ നമ്മൾ could-ന്റെ യൂസസിൽ ഇത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ഞാനിവിടെ ഒന്നുകൂടെ ഓർപ്പിക്കുന്നത്. ഇവിടെ മസ്റ്റ് വെച്ച് ചോദ്യം ചോദിക്കില്ല കേട്ടോ, could ആണ് കൊണ്ടുവരേണ്ടത്. ഇനി അടുത്തത് നോക്കൂ. എല്ലാവരും ഉറക്കത്തിലായിരിക്കണം. അപ്പൊ അവിടെ എല്ലാവരും ഉറക്കത്തിലാണ് എന്ന് പറയാൻ 100% ഉറപ്പ് നമുക്കില്ല. അവിടെ വലിയൊരു സാധ്യതയുണ്ട്. അവിടെ നമ്മൾ അങ്ങനെ ആ ഒരു ഡിഡക്ഷനിൽ എത്തുകയാണ്. അപ്പൊ അവിടെ നമ്മൾ എന്ത് പറയും? എവ്രി വൺ മസ്റ്റ് ബി സ്ലീപ്പ്. നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ പഠിച്ചു ഓർക്കുന്നുണ്ടോ സ്ലീപ്പ് എങ്ങനെ ഉപയോഗിക്കുന്നുള്ളത്? ആ ഒരു അവസ്ഥയിലാണ്, സ്റ്റേറ്റിലാണ് എന്ന് പറയാൻ അതാണ് ഈ വാക്ക് ഉപയോഗിച്ചത് കേട്ടോ. എവ്രി വൺ മസ്റ്റ് ബി സ്ലീപ്പ് എന്നാ പറഞ്ഞത്. അപ്പൊ ഇവിടെ ചോദ്യം എങ്ങനെ ചോദിക്കും? എല്ലാവരും ഉറക്കത്തിലായിരിക്കുമോ?
മസ്റ്റ് ഉപയോഗിക്കരുതേ. എന്താ ചോദിക്കുക? could everyone be asleep എന്ന് ചോദിക്കാം. could ആണ് വന്നത്. could everyone be asleep എന്ന് ചോദിച്ചു. അപ്പൊ ഇവിടെ ക്യാനും ഉപയോഗിക്കാം, പക്ഷെ കുറച്ചുകൂടെ നാച്ചുറൽ ആയിട്ട് തോന്നുക could ഉപയോഗിക്കുമ്പോഴാണ്. അതാണ് കൂടുതൽ കോമൺ ആയിട്ട് നമ്മൾ കാണാറുള്ളത്. ഇനി അടുത്തത്, അയാള് നമ്മളെ കാത്തിരിക്കുന്നുണ്ടാകണം. അപ്പൊ അവിടെ വേർബ് ING ഫോമിൽ വരണം. കാരണം ഞാൻ പറഞ്ഞത് കാത്തിരിക്കുന്നുണ്ടാകണം എന്നാണ്. അപ്പൊ എങ്ങനെ പറയും? ഹി മസ്റ്റ് ബി വെയിറ്റിംഗ് ഫോർ അസ്. ഹി മസ്റ്റ് ബി വെയിറ്റിംഗ് ഫോർ അസ്. ഇവിടെ ചോദ്യം ചോദിക്കണം എന്നിരിക്കട്ടെ, അയാൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവുമോ? ഇവിടെ നമ്മൾ ഒരു കാരണവശാലും മസ്റ്റ് ഹി ബി വെയിറ്റിംഗ് ഫോർ അസ് എന്ന് ചോദിക്കില്ല. മസ്റ്റ് വെച്ച് ചോദ്യം തുടങ്ങില്ല. എങ്ങനെ ചോദിക്കണം? കുഡ് ഹി ബി വെയിറ്റിംഗ് ഫോർ അസ് എന്നാണ് വരിക. കുഡ് ഹി ബി വെയിറ്റിംഗ് ഫോർ അസ് എന്ന് ചോദിച്ചാൽ മതി. ഈ സെന്റൻസ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഒരു ക്ലാസ്സിലെ ഹോംവർക്ക് തന്നിട്ടുണ്ട്. അവള് തമാശ പറയുകയായിരിക്കണം. അവിടെ എങ്ങനെ പറയും നമ്മള്? ഷി മസ്റ്റ് ബി ജോക്കിംഗ്. ഷി മസ്റ്റ് ബി ജോക്കിംഗ് എന്ന് പറയും. ചോദ്യം എങ്ങനെ ചോദിക്കും? അവള് തമാശ പറയായിരിക്കോ? അവിടെ മസ്റ്റ് അല്ല, കുഡ് വരണം. കുഡ് ഷി ബി ജോക്കിംഗ് എന്നാ ചോദിക്കുക. അപ്പൊ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലായല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ക്വസ്റ്റ്യനിൽ ഒരിക്കലും നമ്മൾ മസ്റ്റ് കൊണ്ടുവരില്ല. ഇനി ചില കാര്യങ്ങൾ നമ്മൾ പാസ്റ്റില് ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ടാകും, കഴിഞ്ഞിട്ടുണ്ടാകണം എന്നൊക്കെ പറയില്ലേ? ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകണം എന്ന് പറയുമല്ലോ. കഴിഞ്ഞു പോയ കാര്യമാണേ. അവിടെ നമ്മൾ എങ്ങനെയാണ് ഈ മസ്റ്റ് കൊണ്ടുവരാൻ നോക്കാം. ഇപ്പൊ നമുക്ക് പറയണം ട്രെയിൻ പോയിട്ടുണ്ടാകണം. അപ്പൊ ഇത് പാസ്റ്റില് നടന്ന് കഴിഞ്ഞിട്ടുണ്ടാകണം എന്നാണ് നമ്മൾ പറയുന്നത്. അവിടെ എന്ത് പറയും? ദ ട്രെയിൻ മസ്റ്റ് ഹാവ് ലെഫ്റ്റ്. ദ ട്രെയിൻ മസ്റ്റ് ഹാവ് ലെഫ്റ്റ്. ഇപ്പൊ പാസ്റ്റില് ഇങ്ങനൊരു സംഭവം നടന്ന് കഴിഞ്ഞിട്ടുണ്ടാകണം എന്ന് നമ്മളൊരു നിഗമനത്തിൽ എത്തുമ്പോൾ, അങ്ങനെ സ്ട്രോങ് ആയിട്ടൊരു പോസിബിലിറ്റിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവിടെ മസ്റ്റ് ഹാവ് കൊണ്ടുവരും. ദ ട്രെയിൻ മസ്റ്റ് ഹാവ് ലെഫ്റ്റ് എന്നാണ് നമ്മൾ പറയുക. അപ്പൊ അവിടുത്തെ ആ ഒരു ഫോം നിങ്ങൾ ശ്രദ്ധിച്ചോ? മസ്റ്റ് കഴിഞ്ഞ് ഹാവ്, പിന്നെ V3 ഫോം, വേർബിന്റെ മൂന്നാമത്തെ ഫോം ലെഫ്റ്റ്, അതാണ് ഉപയോഗിച്ചത്. ഇവിടെയും ചോദ്യം ചോദിക്കണം എന്നിരിക്കട്ടെ, ട്രെയിൻ പോയിരിക്കുമോ എന്ന് ചോദിക്കണമെങ്കിൽ അവിടെ മസ്റ്റ് കൊണ്ടുവരരുത്. മസ്റ്റ് ദ ട്രെയിൻ ഹാവ് ലെഫ്റ്റ് എന്ന് ചോദിക്കില്ല, കുഡ് കൊണ്ടുവരണം. കുഡ് ദ ട്രെയിൻ ഹാവ് ലെഫ്റ്റ് എന്നാണ് ചോദിക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? എപ്പോഴെല്ലാം നമ്മൾ മസ്റ്റ് ഉപയോഗിച്ച് ഒരു കാര്യം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകണം, സംഭവിച്ചിട്ടുണ്ടായിരിക്കാം എന്നൊക്കെ പറയുന്നു, അവിടെ എല്ലാം ചോദ്യം ചോദിക്കാൻ മസ്റ്റിന് പകരം കുഡ് ഉപയോഗിക്കണം. അവള് നിന്നെ വിളിക്കാൻ മറന്നിട്ടുണ്ടാകും. അപ്പൊ ഇവിടെ ഇങ്ങനെ പറയും ഷി മസ്റ്റ് ഹാവ് ഫൊർഗോട്ടൻ ടു കോൾ യു. അപ്പൊ ഇവിടെ നമുക്ക് ഓൾമോസ്റ്റ് ഉറപ്പായിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് മസ്റ്റ് ഹാവ് കൊണ്ടുവന്നത് കേട്ടോ. ഷി മസ്റ്റ് ഹാവ് ഫൊർഗോട്ടൻ ടു കോൾ യു എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നിങ്ങൾ കണ്ടല്ലോ, മസ്റ്റ് ഹാവ് കഴിഞ്ഞിട്ട് ഫൊർഗോട്ടൻ, ആ V3 ഫോമാണ് വന്നതേ. അപ്പൊ ഇവിടെ അവള് നിന്നെ വിളിക്കാൻ മറന്നു പോയിരിക്കുമോ എന്ന് ചോദിക്കണമെങ്കിലോ അവിടെ കുഡ് കൊണ്ടുവരണം. കുഡ് ഷി ഹാവ് ഫൊർഗോട്ടൻ ടു കോൾ യു എന്നാണ് ചോദിക്കുക, മസ്റ്റ് അല്ല. കുഡ് ഷി ഹാവ് ഫൊർഗോട്ടൻ ടു കോൾ യു എന്ന് ക്വസ്റ്റ്യൻ വരും. അപ്പൊ നിങ്ങൾക്ക് ആ വ്യത്യാസം ഇപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടതുണ്ടോ എന്ന് പ്രസന്റ് ടെൻസിലെ കാര്യത്തെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് മസ്റ്റ് അല്ലെങ്കിൽ ഹാവ് ടു ഉപയോഗിച്ച് ചോദിക്കാം. പക്ഷെ ഫ്യൂച്ചറിലെ കാര്യത്തെക്കുറിച്ച്, അങ്ങനെ ചെയ്യേണ്ടി വരുമോ അല്ലെങ്കിൽ പാസ്റ്റിലെ കാര്യം ചെയ്യേണ്ടി വന്നോ എന്നൊക്കെ ചോദിക്കേണ്ടി വരുമ്പോൾ അവിടെ മസ്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല, ഹാവ് ടു തന്നെ ഉപയോഗിക്കേണ്ടി വരും. അതുപോലെ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ലോജിക്കലി ഇങ്ങനെ ആയിരിക്കണം സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ സെന്റൻസിൽ മസ്റ്റ് വരുന്നുണ്ടെങ്കിലും അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ കുഡ് ആണ് ഉപയോഗിക്കുക. അപ്പൊ അത് മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ടേക്ക് വരുന്ന തരം കുറച്ച് ഫ്രേസസ് കാണാൻ പോവാട്ടോ. പലപ്പോഴും നമ്മൾ പറയാറില്ലേ, ആളുകളോട് എന്തെങ്കിലും പറയുമ്പോ ഞാൻ പറയുന്നത് തെറ്റായ രീതിയിൽ എടുക്കല്ലേ എന്ന് പറയില്ലേ? അത് എപ്പോഴാണ് നമ്മൾ അങ്ങനെ പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടെ ഒരു കാര്യത്തിൽ അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് പറയുന്ന സെൻസിൽ തന്നെ എടുക്കണേ, തെറ്റായ രീതിയിൽ എടുക്കല്ലേ എന്ന് നമ്മൾ ആദ്യം തന്നെ ഒരു മുൻകൂർ ജാമ്യം പോലെ എടുക്കുന്നതാണ്. അതിനുവേണ്ടി പറയുന്നതാണ് ആ രീതി, അല്ലെ? അത് കൊണ്ടുവരാൻ, ആ ഒരു അർത്ഥം കൊണ്ടുവരാൻ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഫ്രേസ് ആണ് ടു ടേക്ക് സംതിങ് ദ റോങ് വേ. അവിടെ എങ്ങനെയാണ് നമ്മളത് ഉപയോഗിക്കുക എന്നുള്ളത് കുറച്ച് സെന്റൻസസ്, എക്സാമ്പിൾസ് ഞാൻ തരാം. നമ്മൾ ആരോടെങ്കിലും അവരിട്ടിരിക്കുന്ന ഡ്രസ്സ് അവർക്ക് അത്ര ചേരുന്നില്ല എന്ന് പറഞ്ഞു എന്നിരിക്കട്ടെ. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കും മലയാളത്തിൽ പറയുന്നത്? ഞാനത് അങ്ങനെ ഉള്ള കാര്യം തുറന്ന് പറഞ്ഞതേ ഉള്ളൂ, അത് തെറ്റായ രീതിയിൽ എടുക്കരുത് എന്ന് പറയും, അല്ലെ? അതെങ്ങനെയാ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? ഡോണ്ട് ടേക്ക് ഇറ്റ് ദ റോങ് വേ, ഐ എം ജസ്റ്റ് ബീങ് ഓണസ്റ്റ് എന്ന് പറയും. ഡോണ്ട് ടേക്ക് ഇറ്റ് ദ റോങ് വേ. അപ്പൊ അവിടെ ശ്രദ്ധിക്കണം കേട്ടോ, മലയാളത്തിൽ നമ്മൾ പറയുന്നത് തെറ്റായ രീതിയിൽ എടുക്കരുതെന്നാണ്, എന്ന് വെച്ച് ഇംഗ്ലീഷിൽ ഡോണ്ട് ടേക്ക് ഇറ്റ് ഇൻ ദ റോങ് വേ എന്നില്ല കേട്ടോ, ഇന്നില്ല. ഡോണ്ട് ടേക്ക് ഇറ്റ് ദ റോങ് വേ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അവിടെ ഇറ്റ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ആ പറഞ്ഞ കാര്യം തെറ്റായി എടുക്കരുതെന്ന്. ഡോണ്ട് ടേക്ക് ഇറ്റ് ദ റോങ് വേ എന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ പറയുമല്ലോ, അവൾ എന്റെ ആ ഒരു കോമന്റ് തെറ്റായ രീതിയിൽ എടുത്തു. അവിടെ ഇങ്ങനെ പറയും
ഷീ ടുക്ക് മൈ കോമെന്റ് ദ റോങ് വേ. ഷീ ടുക്ക് മൈ കോമെന്റ് ദ റോങ് വേ. ഇതുപോലെയുള്ള വേറൊരു ഫ്രേസ് ആണ് ഇനി നമ്മൾ കാണുന്നത്, ടേക്ക് സംതിങ് ടു ഹാർട്ട്. പക്ഷെ ഇതും നമ്മൾ തൊട്ട് മുൻപ് കണ്ട ഫ്രേസ് ഇല്ലേ, ടേക്ക് സംതിങ് ദ റോങ് വേ, അതും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ മീനിങ്ങിൽ. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കൊണ്ട് അല്ലെങ്കിൽ ചെയ്തത് കൊണ്ട് നമ്മൾ ഹേർട്ട് ആവുക എന്നുള്ളതാണ്. അതായത് അത് നമ്മൾ വളരെ കാര്യമായിട്ട് എടുക്കുകയാണ്, സീരിയസ് ആയിട്ട് എടുക്കുകയാണ്. ആ ഒരു അർത്ഥത്തിലാണ് ഈ ഫ്രേസ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇങ്ങനെ പറയണമെന്നിരിക്കട്ടെ, അയാൾ അത് തമാശ പറഞ്ഞാണ്, നീ അത് കാര്യമായിട്ട് എടുക്കണ്ട എന്ന് മലയാളത്തിൽ പറയുന്നത് ഇംഗ്ലീഷിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഡോണ്ട് ടേക്ക് ഇറ്റ് ടു ഹാർട്ട്, ഹി വാസ് ജസ്റ്റ് ജോക്കിംഗ്. അപ്പൊ അവിടെ അയാൾ എന്തോ പറഞ്ഞു, അത് തമാശ മാത്രമായിട്ടാണ് അയാൾ ഉദ്ദേശിച്ചതെന്നിരിക്കട്ടെ, പക്ഷെ നമുക്കത് വളരെ ഹേർട്ട്ഫുൾ ആയിട്ട് തോന്നി, നമ്മൾ അതുകൊണ്ട് വേദനിച്ചു. അപ്പൊ അവിടെയാണ് നമ്മൾ ഈ ഒരു ഫ്രേസ് ഉപയോഗിക്കുന്നത്, ഡോണ്ട് ടേക്ക് ഇറ്റ് ടു ഹാർട്ട് എന്ന് പറയുന്നത്. പക്ഷെ ഇതേ ഫ്രേസിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട് കേട്ടോ. ആരെങ്കിലും ഒരു കാര്യം നമുക്ക് പറഞ്ഞു തരുന്നത്, അതൊരു ഉപദേശമോ ഒക്കെ ആവാം, അത് കേട്ട് നമ്മളത് വളരെ കാര്യമായിട്ട് എടുത്ത് അത് വളരെ സീരിയസ് ആയിട്ട് ആലോചിച്ച് അത് അനുസരിച്ച് ചേഞ്ച് ചെയ്യണം എന്നൊക്കെ ഒരു തീരുമാനമൊക്കെ എടുക്കില്ലേ, ആ ഒരു അർത്ഥം കൊണ്ടുവരാനും നമുക്ക് ഇതേ ഫ്രേസ് ഉപയോഗിക്കാം. ആരെങ്കിലും ഒരാളോട് കുറച്ചുകൂടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അഡ്വൈസ് ചെയ്തു എന്നിരിക്കട്ടെ, അവിടെ ആ അഡ്വൈസ് കേട്ട ആള് ഒരു പക്ഷെ ഇങ്ങനെ പറഞ്ഞേക്കാം, ഐ ടുക്ക് ദി അഡ്വൈസ് ടു ഹാർട്ട് ആൻഡ് ഡിസൈഡഡ് ടു വർക്ക് ഹാർഡർ. മനസ്സിലായോ? അവിടെ ഐ ടുക്ക് ഇറ്റ് ടു ഹാർട്ട് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ അത് കേട്ട് ഹേർട്ടായി എന്നല്ല, അതങ്ങനെ ചെയ്യണം എന്ന് മനസ്സിൽ ഉറപ്പിച്ചു എന്നാണ്. ഇതൊക്കെ ആയിട്ട് ബന്ധമുള്ളതാണ് ഇനി കാണുന്ന ഫ്രേസും ടേക്ക് സംതിങ് പേഴ്സണലി. അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മൾ പറയില്ലേ ഇത് എന്നെ കുറിച്ച് തന്നെ പറഞ്ഞാണ്, ഇത് എന്നെ തന്നെ ഉദ്ദേശിച്ചത് എന്ന് പറയില്ലേ, ആ ഒരു അർത്ഥം കിട്ടാനാണ് നമ്മൾ ഈ ഒരു ഫ്രേസ് ഉപയോഗിക്കുക. ഇപ്പൊ ഒരാള് കുറെ പേരെ ഒരുമിച്ച് നിർത്തി എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞു, വഴക്ക് പറഞ്ഞു, ഇന്ന പോലെ പറഞ്ഞു എന്നിരിക്കട്ടെ. അപ്പൊ അത് കഴിയുമ്പോൾ ഒരാൾക്ക് അത് വളരെ പേഴ്സണൽ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ, അയാൾക്ക് അത് വളരെ ഹേർട്ട്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞേക്കാം അത് പേഴ്സണൽ ആയിട്ട് എടുക്കണ്ട, അയാൾ എല്ലാവരോടും അങ്ങനെ റൂഡായിട്ടാണ് പെരുമാറുന്നതെന്ന്. അപ്പൊ അവിടെ എന്ത് പറയും, ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണലി, ഹീസ് റൂഡ് ടു എവ്രി വൺ എന്ന് പറയും. ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണലി, അത് വ്യക്തിപരമായിട്ട് എടുക്കണ്ടെന്ന്, അത് എന്നെ കുറിച്ച് തന്നെയാണ് പറഞ്ഞതെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ഇരിക്കേണ്ടെന്നാണ് ഈ പറയുന്നത്. മനസ്സിലായോ? ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണലി. പലപ്പോഴും ആളുകൾ ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ, നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് പേഴ്സണൽ ആയിട്ട് എടുക്കുന്നതെന്ന്, എന്താ അത് നിങ്ങളെ കുറിച്ച് പറഞ്ഞതാണ്, അങ്ങനെ നിങ്ങളെ കൊള്ളിച്ച് പറഞ്ഞതാണെന്ന് വിചാരിക്കുന്നത് എന്തിനാന്നൊക്കെ ചോദിക്കാറില്ലേ. അവിടെ നമ്മൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ ചോദിക്കും, വൈ ഡു യു ടേക്ക് തിങ്സ് പേഴ്സണലി, വൈ ഡു യു ഓൾവേസ് ടേക്ക് തിങ്സ് പേഴ്സണലി എന്ന് ചോദിക്കും. ഇനി അടുത്ത ടേക്ക് വരുന്ന ഫ്രേസ് ആണ് ടു ടേക്ക് സംതിങ് ഔട്ട് ഓൺ സംബഡി. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ, ഇപ്പൊ നമ്മളെ ആരെങ്കിലും വഴക്ക് പറഞ്ഞു എന്നിരിക്കട്ടെ, അതിന്റെ ദേഷ്യം നമ്മുടെ ഉള്ളിലുണ്ട്, ആ ദേഷ്യം വേറൊരാളോട് നമ്മൾ കൊണ്ടുപോയി തീർക്കുകയാണ്. മനസ്സിലായോ? അവിടെ ഉപയോഗിക്കാവുന്ന ഒരു ഫ്രേസ് ആണ് ഈ കണ്ടത്. അപ്പൊ ഓഫീസിൽ നമ്മുടെ കൊളീഗ് രാവിലെ തുടങ്ങി വളരെ മോശം മൂഡിലായിരുന്നു എന്ന് നമ്മൾ ശ്രദ്ധിച്ചു. അതായത് നമ്മളോട് വളരെ മോശമായിട്ട് പെരുമാറാൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് പറയും, ഡോണ്ട് ടേക്ക് ഇറ്റ് ഔട്ട് ഓൺ മീ. അവിടെ ഇറ്റ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് മനസ്സിലുള്ള എന്തോ ആയിക്കോട്ടെ, ആങ്കർ അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ എന്തോ ആയിക്കോട്ടെ, അത് എന്നോട് തീർക്കരുതെന്ന്, നിന്റെ മനസ്സിലുള്ള ദേഷ്യം നീ എന്നോട് തീർക്കരുതെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഇങ്ങനെ തന്നെ പറയാം, ഡോണ്ട് ടേക്ക് ഔട്ട് യുവർ ആങ്കർ ഓൺ മീ, അല്ലെങ്കിൽ ഡോണ്ട് ടേക്ക് ഔട്ട് യുവർ ഫ്രസ്ട്രേഷൻ ഓൺ മീ എന്ന് പറയാം. അപ്പൊ ഇത് പാസ്റ്റ് ടെൻസിൽ എങ്ങനെ പറയും, അവൾ അവളുടെ മനസ്സിലുണ്ടായിരുന്ന ദേഷ്യം മുഴുവൻ വേറെ ആരുടെയോ പുറത്ത് തീർത്തു. ഇതെങ്ങനെ പറയും, ഷീ ടുക്ക് ഇറ്റ് ഔട്ട് ഓൺ അതേഴ്സ്. ഷീ ടുക്ക് ഇറ്റ് ഔട്ട് ഓൺ അതേഴ്സ് എന്ന് വെച്ചാൽ വേറെ എവിടെന്നോ കിട്ടിയ വഴക്കിന്റെയോ അല്ലെങ്കിൽ വേറെ എന്തോ പ്രശ്നത്തിന്റെയോ ഒരു വിഷമം അവളുടെ ഉള്ളിലുണ്ടായിരുന്നു, ആ ഒരു ബുദ്ധിമുട്ട് വേറെ ആരുടെയോ പുറത്ത് തീർത്തു. ഇനി അടുത്ത ടേക്ക് വരുന്ന ഫ്രേസ് ആണ് ഈ കാണുന്നത്, വളരെ ആവശ്യം വരുന്ന ഒരു ഫ്രേസ് ആണ് കേട്ടോ. ടു ടേക്ക് സംബഡി അല്ലെങ്കിൽ സംതിങ് ഫോർ ഗ്രാന്റഡ്. എപ്പോഴാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ? അപ്പൊ നമുക്ക് ഒരു കാര്യം വളരെ ഈസി ആയിട്ട് കിട്ടിയെന്നിരിക്കട്ടെ, അപ്പൊ നമ്മളത് വളരെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ വളരെ എളുപ്പത്തിൽ അത് കിട്ടുന്നത് കൊണ്ട് നമുക്ക് അതിന്റെ വില മനസ്സിലാവാതെ, മൂല്യം മനസ്സിലാകാതെ ആയിരിക്കും നമ്മൾ പെരുമാറുന്നത്. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മുടെ പേരൻസ് തന്നെ, അവര് നമ്മൾ ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് നമ്മളെ സ്നേഹിക്കുകയാണ്, അതുകൊണ്ട് തന്നെ അതിന്റെ ആ ഒരു വില മനസ്സിലാക്കാതെ ആയിരിക്കും പലരും പെരുമാറുന്നത്. അപ്പോഴായിരിക്കും ആളുകൾ ഇങ്ങനെ പറയുന്നത്, ഡോണ്ട് ടേക്ക് യുവർ പേരൻസ് ഫോർ ഗ്രാന്റഡ് എന്ന്. മനസ്സിലായോ? അവരിങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ പലതും തരുന്നു, അവരുടെ സ്നേഹം തരുന്നു, അപ്പൊ അതിന്റെ വില, അതിന്റെ മൂല്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. സോ ഡോണ്ട് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാന്റഡ് എന്ന് നമ്മൾ പറയും. പലപ്പോഴും നമ്മളിത് പാസീവ് വോയിസിൽ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഇപ്പൊ ഷീ ഓഫൺ ഫെൽറ്റ് ടേക്കൻ ഫോർ ഗ്രാന്റഡ് എന്ന് പറയുന്നിടത്ത് അത് പാസീവ് വോയിസിലാണ് വന്നത്, ടേക്കൻ ഫോർ ഗ്രാന്റഡ് എന്നല്ലേ പറഞ്ഞത്. അതായത് കൂടെ ഉള്ളവർ അവളെ വളരെ നിസ്സാരമായിട്ട് കാണുന്നത് പോലെ അവൾക്ക് തോന്നിയെന്ന്, പക്ഷെ വന്നത് പാസീവ് വോയിസിലാണ്, ടേക്കൻ ഫോർ ഗ്രാന്റഡ്. ഇനി അടുത്തതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടേക്കിന്റെ ഫ്രേസ് ആണ്, ടു
ടു ടേക്ക് വൺസ് ടൈം. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആവശ്യാനുസരണം സമയമെടുത്ത് തിരക്ക് കൂട്ടാതെ ഒരു കാര്യം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയണമെന്നിരിക്കട്ടെ, എനിക്ക് ധൃതിയില്ല, നിങ്ങൾ സമയം എടുത്തോളൂ, വേണ്ടത്ര സമയം എടുത്തോളൂ എന്ന് പറയണമെങ്കിൽ ടേക്ക് യുവർ ടൈം, ഐ എം നോട്ട് ഇൻ എ റഷ് എന്ന് പറയാം. അല്ലെങ്കിൽ നോ വറീസ്, ടേക്ക് യുവർ ടൈം എന്നും പറയാം നമുക്ക്. അപ്പൊ അവിടെ ടേക്ക് യുവർ ടൈം എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എത്ര സമയമാണോ നിങ്ങൾക്ക് അവിടെ ആവശ്യമുള്ളത് അത് എടുത്തോളൂ, തിരക്ക് പിടിക്കണ്ട, ധൃതി കൂട്ടണ്ട എന്നാണ്. ഇതേപോലെ എത്ര സമയം വേണമെങ്കിലും എടുത്തോളൂ, ഞാൻ വെയിറ്റ് ചെയ്യാം എന്ന് പറയണമെങ്കിൽ ടേക്ക് ആസ് ലോങ് ആസ് യു ലൈക്ക്, ഐ വിൽ വെയിറ്റ് എന്ന് പറയാം. അപ്പൊ ഇവിടെ ടേക്ക് യുവർ ടൈമിന് പകരം ടേക്ക് ആസ് ലോങ് ആസ് യു ലൈക്ക് എന്ന് പറഞ്ഞു. ഇന്നത്തെ നമ്മുടെ അവസാനത്തെ ടേക്ക് ഫ്രേസ് ആണ് ഈ കാണുന്നത്. ടേക്ക് സംതിങ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട് അല്ലെങ്കിൽ എ ഗ്രെയിൻ ഓഫ് സോൾട്ട്. ഇത് എപ്പോഴാണ് പറയുന്നതെന്ന് അറിയാമോ? ചില ആളുകള് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, എന്ത് പറയുമ്പോഴും കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് പറയുന്നവരായിരിക്കും, അതിശയോക്തിയോടെ പറയുന്നവരായിരിക്കും. അപ്പൊ അവരെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും കരുതുക? അത് പൂർണ്ണമായിട്ടും അങ്ങോട്ട് വിശ്വസിക്കേണ്ടെന്ന് പറയും അല്ലെ, ഒരു ലിമിറ്റ് വെച്ച് വിശ്വസിച്ചാൽ മതി എന്ന് പറയും. ആ ഒരു അർത്ഥം കിട്ടാനാണ് നമ്മൾ ഈ ഫ്രേസ് ഉപയോഗിക്കുന്നത്. അയാൾ എന്ത് പറഞ്ഞാലും ഞാൻ അതൊരു ലിമിറ്റ് വെച്ചേ വിശ്വസിക്കാറുള്ളൂ എന്നാണെങ്കിൽ ഐ ടേക്ക് എവ്രിതിങ് ഹി സേസ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട് എന്ന് പറയാം. മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മളൊരു മാഗസിനിലൊരു ആർട്ടിക്കിൾ വായിച്ചു എന്നിരിക്കട്ടെ, ഒരു ലേഖനം വായിച്ചു, പക്ഷെ അതിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ ശരിയാണെന്ന് നമുക്ക് തോന്നുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ദ ആർട്ടിക്കിൾ ഹാസ് ടു ബി ടേക്കൻ വിത്ത് എ ഗ്രെയിൻ ഓഫ് സോൾട്ട്. അവിടെ പിഞ്ച് ഓഫ് സോൾട്ടിന് പകരം ഗ്രെയിൻ ഓഫ് സോൾട്ട് എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ കണ്ടോ, നമ്മൾ ഹാസ് ടു ബി ടേക്കൻ, ഹാസ് ടു കണ്ടു, ദ ആർട്ടിക്കിൾ ഹാസ് ടു ബി ടേക്കൻ വിത്ത് എ ഗ്രെയിൻ ഓഫ് സോൾട്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മസ്റ്റ്, പിന്നെ ഹാവ് ടു, പിന്നെ കുഡ് ഒക്കെ വരുന്ന തരം കുറെ ക്വസ്റ്റ്യൻസ് കണ്ടല്ലോ. അത് നിങ്ങൾക്ക് എത്ര മനസ്സിലായി എന്നറിയാനാണ് ഞാനിവിടെ ഈ 4 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി, നന്നായിട്ട് വീഡിയോ കണ്ട് ആ ഒരു ടോപ്പിക്ക് മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് നിങ്ങൾ രാജിവെക്കേണ്ടി വന്നത്? അപ്പൊ ഇവിടെ ഇതൊരു പാസ്റ്റ് ടെൻസിലെ കാര്യമാണ് ചോദിക്കുന്നത്. അവിടെ ഒരു WH വേർഡ് ആദ്യം വരികയും ചെയ്യണം. എന്തുകൊണ്ട്, കാരണമാണ് ചോദിക്കുന്നത്. ആലോചിച്ച് നോക്കൂ. രണ്ടാമത്തത്, ഞാനത് മാറ്റി എഴുതണോ, അതായത് രണ്ടാമത് എഴുതണോ എന്നാണ് ചോദിക്കുന്നത്. അവിടെ നമുക്ക് റീറൈറ്റ് എന്നുള്ളൊരു വേർബ് ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ അത് നമ്മൾ ഇപ്പോഴത്തെ കാര്യമാണ് ചോദിക്കുന്നത്, പ്രസന്റ് ടെൻസിലെ കാര്യമാണ് ചോദിക്കുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അത് ഫ്യൂച്ചറിൽ വരുന്ന കാര്യമാണ്. എനിക്ക് ഓവർ ടൈം ജോലി ചെയ്യേണ്ടി വരുമോ എന്നാണ് ചോദ്യം. കണ്ടല്ലോ, ഫ്യൂച്ചറിലെ കാര്യമാണ് ചോദിക്കുന്നത്. എങ്ങനെ ചോദിക്കും? ഇനി നാലാമത്തത്, അയാൾ അത് മനഃപൂർവ്വം ചെയ്തതായിരിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യം നമ്മൾ അങ്ങനെ ഊഹിക്കുകയാണ്, അതായിരിക്കുമോ എന്ന്. അവിടെ എങ്ങനെയാണ് ചോദ്യം വരിക എന്ന് ഓർത്തു നോക്കൂ. പിന്നെ മനഃപൂർവ്വം ചെയ്യുക, മനഃപൂർവ്വം എന്നുള്ളതിന് പേർപ്പസ്ലി എന്നോ ഓൺ പേർപ്പസ് എന്നോ ചോദിക്കാം. ഓക്കെ, വേറെയും മാർഗങ്ങളുണ്ട്, നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അതുപോലെ പറയൂ. അപ്പൊ നന്നായിട്ട് ആലോചിച്ച് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യൂ. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ കണ്ട് അതിന്റെ നോട്ട്സ് ഒക്കെ നിങ്ങൾ എഴുതി വെക്കുന്നുണ്ടാവും, പക്ഷെ അത് മാത്രം പോരാ, ഈ ഇവിടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഉപയോഗിക്കാൻ നോക്കണം. അപ്പൊ സ്വയം ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആൻസേഴ്സ് പറഞ്ഞു നോക്കുക എന്നുള്ളതാണ് ഒരേ ഒരു മാർഗം. നിങ്ങൾക്ക് കൂടെ സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യൂ കേട്ടോ. അപ്പൊ താമസിയാതെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.